ഹായ് ഓൾ, വെൽക്കം ടു കാറക്സ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ദീപക്. നമ്മളിന്നിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് സ്കോഡയുടെ ഏറ്റവും പുതിയ മോഡലായ സ്കോഡ കൈലാക്കുമായിട്ടാണ്. യെസ്, അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസൈൻ കാര്യങ്ങളിലേക്കൊക്കെ പോകാം. ആദ്യമേ തന്നെ ഫ്രണ്ട് ഡിസൈൻ വന്നിട്ട് നമുക്ക് ആ ഒരു സ്കോഡയുടെ ലൈനപ്പിലെല്ലാം കാണുന്ന ആ ഒരു സെയിം ഗ്രില്ല് തന്നെയാണ് കൊടുത്തേക്കുന്നത്. വളരെ അഗ്രസീവായിട്ടുണ്ട്. വെഹിക്കിളിൻ്റെ ഒരു ഫ്രണ്ട് അപ്പിയറൻസ് നോക്കുമ്പോൾ നമുക്ക് ബോൾഡ് ലുക്കിംഗ് ആയിട്ടുള്ള ഒരു വെഹിക്കിളാണ്. ഒരു കോമ്പാക്ട് SUV സെഗ്മെൻറ്റിലേക്ക് വരുന്ന ഒരു വെഹിക്കിളാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു വളരെ അഗ്രസീവും ആ ഒരു ബോൾഡ് ലുക്കും വെഹിക്കിളിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ DRLs കൊടുത്തേക്കുന്നത് കാണാം. ഇവിടെ തന്നെയാണ് നമുക്ക് ആ ഒരു ടേൺ ഇൻഡിക്കേറ്റേഴ്സും വരുന്നത്. LED ഹെഡ് ലാംപ്സ്, പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് ആണ് കൊടുത്തേക്കുന്നത്. ഇവിടെ കോർണറിംഗ് ഫംഗ്ഷനുള്ള ഫോഗ് ലാംപ്സ് കൊടുത്തേക്കുന്നത് കാണാം. പിന്നെ സെൻട്രലായിട്ട് ഇവിടെ ഒരു എയർ വെൻസ് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ വലുപ്പത്തിലുള്ള ഒരു എയർ ഡാമാണ് കൊടുത്തേക്കുന്നത്. അതിൻ്റെ തൊട്ട് താഴെ ഒരു സ്കിഡ് പ്ലേറ്റ് കൊടുത്തേക്കുന്നത് ഒരു സിൽവർ ഫിനിഷിലാണ് കൊടുത്തേക്കുന്നത്. മാറ്റ് സിൽവർ ഫിനിഷാണ് കൊടുത്തേക്കുന്നത്. ഈ ഒരു ഭാഗത്തെല്ലാം ആ ഒരു ബ്ലാക്ക് കളറാണ് കൊടുത്തേക്കുന്നത്. സെൻട്രലായിട്ട് സ്കോഡയുടെ ആ ഒരു ലോഗോ കൊടുത്തേക്കുന്നത് കാണാം. ഫ്രണ്ട് ഡിസൈൻ ഇത്രയാണ്. ഇനിയിപ്പോൾ നമുക്ക് സൈഡ് ഡിസൈനിലേക്ക് പോകാം. ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ അട്രാക്റ്റീവായിട്ട് ഇരിക്കുന്ന ആ ഒരു 17 ഇഞ്ച് വീൽസ് ആണ്. ആ ഒരു ഡയമണ്ട് കട്ട് ഫിനിഷാണ് കൊടുത്തേക്കുന്നത്. ഒരു ഡാർക്ക് ഒരു സിൽവർ ഫിനിഷ് കൊടുത്തേക്കുന്നത് കാണാം. നമുക്ക് ഉള്ളിലായിട്ട് ഒരു സ്കോഡയുടെ ഒരു ലോഗോ പ്ലേസ് ചെയ്തേക്കുന്നതാണ്. 205 55 R17 ആണ് ടയർ സൈസ് വരുന്നത്. നമുക്കിവിടെ ഒരു ക്ലാഡിങ്സ് ഒക്കെ കൊടുത്തേക്കുന്നത് കാണാം. നല്ല ഭംഗിയുണ്ട് അത് കാണാനായിട്ട്. പിന്നെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് മിറേഴ്സിൽ കൊടുത്തേക്കുന്നത് കാണാം. പിന്നെ വെഹിക്കിളിൻ്റെ ഒരു ഓവറോൾ വീൽ ബേസ് എന്ന് പറഞ്ഞാൽ 2566 mm ആണ് വെഹിക്കിളിൻ്റെ ഒരു ഓവറോൾ വീൽ ബേസ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു വീൽ ബേസ് ആണ് ഈ ഒരു സെഗ്മെൻറ്റിൽ എടുത്ത് പറയേണ്ടതുണ്ട്. പിന്നെ അതുപോലെ തന്നെ 189 mm ആണ് നമുക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് വെഹിക്കിളിൻ്റെ. ഇനിയിപ്പോൾ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ബി പില്ലറൊക്കെ ബ്ലാക്ക് ഔട്ട് ചെയ്താണ് കൊടുത്തേക്കുന്നത്. ഇവിടെ മുകളിലായിട്ട് നമുക്കിവിടെ ഒരു റൂഫ് റെയിൽ കൊടുത്തിട്ടുണ്ട്. റിക്വസ്റ്റ് സെൻസർ കൊടുത്തേക്കുന്നത് കാണാം ഡോറിൽ. ഇവിടെ ഒരു ടെക്സ്റ്റേർഡ് ഫിനിഷ് കൊടുത്തേക്കുന്നത് കാണാം. നമുക്ക് ആ ഒരു ഡോറിൻ്റെ ക്ലാഡിങ്സിലൊക്കെ അതൊക്കെ ആ ഒരു ഡിസൈനിൻ്റെ എലമെൻ്റായിട്ട് വന്നേക്കുന്നത് നല്ല ഭംഗിയുണ്ട് അത് കാണാനായിട്ടും. പിന്നെ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിലെ ആ ഡോർ ഹാൻഡിൽസിലും ആ ഒരു സിൽവർ ഫിനിഷ് കൊടുത്തേക്കുന്നത് കാണാം. ഇനിയിപ്പോൾ റിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു റിയർ ഡിസൈൻ ആണെന്ന് തന്നെ എടുത്ത് പറയേണ്ടതുകൊണ്ട് ആ ഒരു C ടൈപ്പ് ഡിസൈനാണ് കൊടുത്തേക്കുന്നത്. ടെയിൽ ലാമ്പിന് LED ഒരു ടെയിൽ ലാമ്പാണ് വെഹിക്കിളിന് കൊടുത്തേക്കുന്നത്. പിന്നെ സെൻട്രലായിട്ട് സ്കോഡ എന്നുള്ള ഒരു ബാഡ്ജിങ് കൊടുത്തേക്കുന്നതാണ്. ഇവിടെ എന്താണ്ട് ആ ഒരു ടെക്സ്റ്റേർഡ് ഫിനിഷൊക്കെ കൊടുത്തേക്കുന്നത് കാണാം. നമുക്ക് ഇവിടെ ഒരു റിഫ്ലക്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. ബമ്പേഴ്സ് ഫുള്ളി ആ ഒരു ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തേക്കുന്നത്. താഴെ നമുക്ക് സെൻസേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഈ ഒരു ഭാഗത്തായിട്ട് ഒരു സ്കിഡ് പ്ലേറ്റ് പോലെ വന്നേക്കുന്ന ഒരു ഭാഗത്ത് നമുക്ക് അവിടെ ഒരു മാറ്റ് സിൽവർ ഫിനിഷ് കൊടുത്തേക്കുന്നത് കാണാം. ഈ ഒരു ഭാഗത്തായിട്ടാണ് ക്യാമറ പ്ലേസ് ചെയ്തേക്കുന്നത്. പിന്നെ നമുക്ക് വൈപ്പർ, ഡീഫോർഗർ, വാഷർ അങ്ങനെയുള്ള എല്ലാം വരുന്നുണ്ട്. ഒരു സ്റ്റോപ്പ് ലാമ്പ് ഇവിടെ നമുക്ക് കൊടുത്തേക്കുന്നത് കാണാം. മുകളിലൊരു ഷാർക്ക് ഫിൻ ആൻറ്റിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കൈലാക്ക് എന്നുള്ള ഒരു ബാഡ്ജിങ് കൊടുത്തേക്കുന്നത് കാണാം. കൈലാക്ക് എന്നുള്ള ഒരു പേര് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നമ്മുടെ മലയാളിയായിട്ടുള്ള മുഹമ്മദ് സിയ എന്ന് പറയുന്ന ആളാണ് ഈ ഒരു പേര് നിർദ്ദേശിച്ച സ്കോഡയ്ക്ക്. സ്കോഡ ആദ്യമേ തന്നെ ആ ഒരു പേര് നിർദ്ദേശിക്കാമെന്ന് നമുക്ക് എല്ലാവരുമായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഒരു പോൾ പോലെ നടത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മലയാളിയായിട്ടുള്ള ഒരാളാണ് ഈ ഒരു പേര് നിർദ്ദേശിച്ചത്. അതിൽ നിന്ന് സെലക്ട് ചെയ്ത് സ്കോഡ പറഞ്ഞത് Kയിലും Qയിലും അവസാനിക്കുന്ന രീതിയിലുള്ള ഒരു പേരായിരിക്കണം എന്നുള്ളതായിരുന്നു. അങ്ങനെ ആണ് ഈ ഒരു കൈലാക്ക് എന്നുള്ള ഒരു പേര് വന്നേക്കുന്നത്. യെസ്, ഇനിയിപ്പോൾ നമുക്ക് ബൂട്ട് സ്പേസ് ഒന്ന് ചെക്ക് ചെയ്യാം. ബൂട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ 446 ലിറ്ററാണ് ബൂട്ട് സ്പേസ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു ബൂട്ട് സ്പേസ് ആണെന്ന് എടുത്ത് പറയേണ്ടതുണ്ട്. ഇവിടെ നമുക്ക് ഒരു ലാമ്പ് കൊടുത്തിട്ടുണ്ട്. രണ്ട് സൈഡിലും നമുക്ക് യൂട്ടിലിറ്റി ഐറ്റംസ് ഒക്കെ ഹോൾഡ് ചെയ്യാനുള്ള ആ ഒരു ഹുക്ക് കൊടുത്തിട്ടുണ്ട്. 3 kg ആണ് അതിൻ്റെ ഒരു മാക്സിമം കപ്പാസിറ്റി വരുന്നത്. പിന്നെ ഒരു പാഴ്സൽ ട്രേയും കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് ബൂട്ടിലെ വിശേഷങ്ങൾ. ഇനിയിപ്പോൾ നമുക്ക് ഇൻറ്റീരിയറിലെ വിശേഷം കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. യെസ്, അപ്പോൾ നമ്മുടെ കൈലാക്കിൻ്റെ ഇൻറ്റീരിയറാണ് ഈ കാണുന്നത്. ഒരു രക്ഷയില്ല, പക്ക ഒരു പ്രീമിയം ഫീൽ തരുന്ന ഒരു ഇൻറ്റീരിയർ തന്നെയാണെന്ന് എടുത്ത് പറയേണ്ടതുകൊണ്ട്. നമുക്ക് ഡാഷിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 2 കളേഴ്സ് ഓപ്ഷനായിട്ടാണ് ഈ ഒരു ഡാഷിൻ്റെ ഒരു കളർ ടോൺ കൊടുത്തേക്കുന്നത്. മുകളിൽ നമുക്ക് ആ ഒരു ഫുൾ ബ്ലാക്ക് ആയിട്ടുള്ള രീതിയിലാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ ഒരു ഓഫ് വൈറ്റ് രീതിയിൽ കൊടുത്തേക്കുന്നതാണ്. ഇവിടെ ഒരു സ്കോഡ എന്നുള്ള ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഡാർക്ക് ഗ്രീൻ ഫിനിഷ് കൊടുത്തേക്കുന്നത് കാണാം നമുക്ക്. അതിന് താഴെയായിട്ട് ഇവിടെ ഒരു ടെക്സ്റ്റേർഡ് ഒരു എലമെൻറ്റ് കൊടുത്തേക്കുന്നത് നമുക്ക് കാണാം. അവിടെയും ബ്ലാക്ക് ആണ് കൊടുത്തേക്കുന്നത്. പിന്നെ സെൻട്രലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു 10 ഇഞ്ചിൻ്റെ ഇൻഫോർടൈൻമെൻ്റ് ആണ്. അതിൽ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, നാവിഗേഷൻ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു ഇൻഫോർടൈൻമെൻറ്റിനകത്ത് വരുന്നുണ്ട്. അതായിട്ട് വന്നു കഴിഞ്ഞാൽ ഈ ആ ഒരു AC വെൻസ് ഒക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ. അതിൻ്റെ ഒരു ഡിസൈനൊക്കെ കൊടുത്തേക്കുന്നത്. അതിന് ചുറ്റിനും നമുക്ക് ആ ഒരു ക്രോം ഫിനിഷൊക്കെ കൊടുത്തേക്കുന്നത് കാണാം. ഇവിടെ നമുക്ക് വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ് നമുക്ക് ഈ 2 സീറ്റ്സും വരുന്നത്. അതിൻ്റെ ആ ഒരു സ്വിച്ചാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ നമ്മുടെ ആ ഒരു ക്ലൈമട്രോണിക് AC വെഹിക്കിളിൽ വരുന്നുണ്ട്. അതിൻ്റെ നമുക്കതൊരു ടച്ചിലൂടെയാണ് നമുക്ക് അതിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ഒരു രീതിയിലാണ് നമ്മളിവിടെ ഇങ്ങനെ ടച്ച് ചെയ്യുന്നതനുസരിച്ചാണ് അതിൻ്റെ ഒരു ഫാൻ സ്പീഡും കാര്യങ്ങളൊക്കെ. അതൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇവിടെ നമുക്കൊരു വയർലെസ് ചാർജിങ് പോർട്ട് കൊടുത്തേക്കുന്നത് കാണാം. Type C 2 Type C പോർട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക്
ആ ഒരു ട്രിപ്ട്രോണിക് ആണ് നമ്മുടെ ഈ ഒരു വെഹിക്കിളിൻ്റെ ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. ആ ട്രിപ്ട്രോണിക് എന്നാണ് അതിൻ്റെ പറയുന്നത്. ആ ഒരു ഗിയറാണ് ഈ കാണുന്നത്. അതിൽ പാർക്ക്, റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ്, സ്പോർട്സ് അങ്ങനെ എല്ലാ മോഡും കൊടുത്തിട്ടുണ്ട്. ഇവിടെ 12 വോൾട്ട് കൊടുത്തേക്കുന്നത് കാണാം. നമ്മുടെ വെഹിക്കിളിൻ്റെ കീ ആണ് ഈ കാണുന്നത്, കീ ഫോബാണ് ഈ കാണുന്നത്. കീ ഫോബൊക്കെ വെക്കാനായിട്ട് ഇവിടെ ഒരു ചെറിയൊരു യൂട്ടിലിറ്റി സ്പേസും കൊടുത്തേക്കുന്നത് കാണാം. 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു പാർക്കിംഗ് ബ്രേക്ക് വരുന്നത് നോർമൽ രീതിയിൽ തന്നെയാണ്. ഇവിടെ ആംബ്രസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അഡ്ജസ്റ്റബിൾ രീതിയിലാണ് ആംബ്രസ്റ്റ് കൊടുത്തേക്കുന്നത്. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ അത്യാവശ്യം നല്ലൊരു സ്പേസ് കിട്ടുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഇലക്ട്രിക്കലി 2 സീറ്റും നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിളായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സീറ്റ്സാണ് കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്കിപ്പോൾ നമ്മളിപ്പോൾ റിവ്യൂ ചെയ്യാനായിട്ട് എടുത്തേക്കുന്ന ഈ ഒരു വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ ടോപ്പ് എൻഡ് വേരിയൻ്റാണ്. മൊത്തം 4 വേരിയൻ്റാണ് നമുക്ക് ഈ ഒരു കൈലാക്ക് വരുന്നത്. ക്ലാസിക്, സിഗ്നേച്ചർ പ്ലസ്, പ്രസ്റ്റീജ് എന്ന് പറയുന്ന ടോപ്പ് എൻഡ് വേരിയൻ്റാണ് നമ്മൾ ഇന്നിപ്പം ഈ ഒരു റിവ്യൂവിനായിട്ട് വന്നേക്കുന്നത്. ഇപ്പോൾ എക്സ്ക്ലൂസീവായിട്ട് ഇതൊരു മീഡിയ ഒരു ഭാഗമായിട്ടാണ് ഈ ഒരു വെഹിക്കിൾ ഇപ്പോൾ നമുക്ക് കൊച്ചിയിൽ വന്നിരിക്കുകയാണ് ഈ വെഹിക്കിൾ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇന്നിപ്പോൾ ഈ ഒരു വെഹിക്കിൾ റിവ്യൂ ആയിട്ട് വന്നേക്കുന്നത്. ഇന്നിപ്പോൾ നമ്മൾ ഡ്രൈവും കാര്യങ്ങളും ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അത് പിന്നീട് നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും. പിന്നെ നമുക്ക് വേണ്ടി ഇവിടെ IRVM ഒക്കെ ഓട്ടോ IRVM ആണ് വരുന്നത്. റീഡിംഗ് ലാംപ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു സിംഗിൾ പെയിൻ സൺറൂഫ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റിയറിംഗിലേക്ക് വന്ന ഒരു 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ്. നമുക്കിതിൽ പാഡൽ ഷിഫ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ നമുക്ക് ക്രൂസ് കൺട്രോളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓഡിയോ കൺട്രോൾസ് കൊടുത്തേക്കുന്നത് കാണാം. പിന്നെ പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു കോക്പിറ്റ് ആണ്. വെർച്വൽ കോക്പിറ്റ് എന്നാണ് നമ്മൾ സ്കോഡ ഇതിന് പറയുന്നത്. ഒരു 8 ഇഞ്ചാണ് കൊടുത്തേക്കുന്നത്. അത് ഫുള്ളി നമുക്ക് ഇതിൻ്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെയാണ് കൊടുത്തേക്കുന്നത്. അല്ലാതെ നമുക്ക് റേഞ്ച് കാര്യങ്ങളും എല്ലാം അറിയാൻ പറ്റും. പിന്നെ നാവിഗേഷൻ നമുക്കിവിടെ സെറ്റ് ചെയ്യാം. അങ്ങനെയുള്ള എല്ലാ ഓപ്ഷൻസും വരുന്നുണ്ട്. പുഷ് സ്റ്റാർട്ട് ബട്ടൺ വരുന്ന ഈ ഒരു സൈഡിലാണ്. ക്യാമറയിൽ കാണിക്കാൻ പറ്റത്തില്ല. നമ്മൾ കീ ഇടുന്ന അതേ പൊസിഷൻ തന്നെയാണ് ഈ ഒരു പുഷ് സ്റ്റാർട്ട് ബട്ടൺ വരുന്നത് നമുക്ക്. ഇനിയിപ്പോൾ നമുക്ക് ഡോർ പോക്കറ്റ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ സ്പീക്കർ യൂണിറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അവിടെ ആംറസ്റ്റിൻ്റെ ആ ഒരു ഭാഗത്ത് അവിടെ നമുക്ക് ആ ഒരു ഗ്രീൻ ഫിനിഷ് കൊടുത്തേക്കുന്നത് കാണാം. ആ ഒരു ഓഫ് വൈറ്റ് ഫിനിഷും അവിടെയും കൊടുത്തിട്ടുണ്ട്. ഡോർ ഹാൻഡിലൊക്കെ ഒരു സിൽവർ ഫിനിഷിലാണ് കൊടുത്തേക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ബാക്ക് സീറ്റിലെ വിശേഷങ്ങളോടൊന്ന് ചെക്ക് ചെയ്യാം. യെസ്, അപ്പോൾ നമ്മുടെ ബാക്ക് സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ കംഫർട്ടബിളായിട്ട് തന്നെ ഇരിക്കാൻ പറ്റുന്നുണ്ട്. നമുക്ക് നല്ല രീതിയിലൊരു സ്പേസും കിട്ടുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു പൊസിഷനിൽ ഞാൻ ബാക്കിലോട്ടൊക്കെ ഇട്ടേക്കുവാണ്. എന്നാലും നമുക്ക് ഇത്രയും ഒരു നീ റൂം കിട്ടുന്നുണ്ട്. ലെഗ് റൂം ആണെങ്കിലും ഒട്ടും കുറവില്ല. നല്ലൊരു ആമ്പിൾ സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഹെഡ് റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു കർവ്ഡ് ആയിട്ടുള്ള ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഓൾമോസ്റ്റ് 5 ഫിംഗറിന് മുകളിൽ നമുക്കൊരു ഹെഡ് റൂം നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് 2 കപ്പ് ഹോൾഡേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 3 പേർക്കും ഡെഡിക്കേറ്റഡ് ആയിട്ട് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ആണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഇവിടെ നമുക്ക് സീറ്റിൻ്റെ ബാക്കിൽ 2 സീറ്റ് പോക്കറ്റ്സ് കൊടുത്തിട്ടുണ്ട്. മൊബൈൽ ഹോൾഡേഴ്സ് ആയിട്ടുള്ള രീതിയിൽ 2 മൊബൈലൊക്കെ വേണമെങ്കിൽ വെക്കാവുന്ന രീതിയിൽ അവിടെ നമുക്കൊരു ചെറിയൊരു പോക്കറ്റ്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. 2 AC വെൻസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ സി ടൈപ്പ് പോർട്ടുകൾ നമുക്കിവിടെ കൊടുത്തേക്കുന്നത് കാണാം. ഡോർ പോക്കറ്റ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയും സ്പീക്കറും കാര്യങ്ങളൊക്കെ കാണാം. നമുക്ക് ബോട്ടിൽ ഹോൾഡേഴ്സ് കൊടുത്തേക്കുന്നത് കാണാം. ആ ഭാഗത്ത് ആ ആംറസ്റ്റിൻ്റെ ഭാഗത്ത് അവിടെയും നമുക്ക് ആ ഒരു ഗ്രീൻ ഫിനിഷ് കൊടുത്തേക്കുന്നത് കാണാം. നമ്മുടെ കൈലാക്കിൻ്റെ എഞ്ചിൻ ഓപ്ഷൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ 1 ലിറ്റർ TSI ടർബോ പെട്രോൾ എഞ്ചിനാണ് വെഹിക്കിളിൽ വരുന്നത്. 114 PS പവറും 178 Nm ടോർക്കുമാണ് വെഹിക്കിൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്കൊരു 3 സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. നമുക്കിന്നിപ്പോൾ ഡ്രൈവ് കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എത്രയും പെട്ടെന്ന് ഒരു ഡ്രൈവ് കൊണ്ടുവരുന്നതായിരിക്കും. പിന്നെ ഇപ്പോൾ ഓൾറെഡി നമുക്ക് ഈ ഒരു വെഹിക്കിളിൻ്റെ ബുക്കിംഗ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ബുക്കിങ്ങിനൊക്കെ ആയിട്ട് ഞാൻ നമ്മുടെ EVM സ്കോഡയുടെ കോൺടാക്ട് നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.